ശേഷം പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള CA ആണ് മനോജ് KJ. പിന്നെ ജാഫർ ഇടുക്കി ഇങ്ങനെ പോലീസ് എന്തോ അങ്ങനെ. പിന്നെ ജിബിൻ ഗോപിനാഥന്റെ വെറുപ്പിക്കൽ ചൊറിയൻ ഒരു ചക്രം പിടിച്ച കഥാപാത്രം. പുള്ളിയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ലാസ്റ്റ് ഒരു പേ ഓഫ് ഉണ്ട്, അതില്ല. അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ. അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ പടത്തിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വിസ്മയ മോഹൻലാലിന്റെ കഥാപാത്രം ഒരു പെൺകുട്ടി, ഒരു അച്ഛൻ മകളും മാത്രം. അമ്മ ഡെഡായി പോയതാണ്. ചിപ്പി പൊങ്കാലിടാൻ ചിപ്പിയെ കാണാറുണ്ട്. പിന്നെ ഈ പടത്തിലാണ് കണ്ടിട്ടുള്ളത് ചുമരിൽ തൂക്കിയിട്ടേക്കുന്നത് ചിപ്പിയെ. വിസ്മയുടെ ആക്ടിങ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ക്യാരക്ടർ പുള്ളിക്കാരി ആപ്റ്റാണ്. ഭയങ്കരമായ ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയല്ല. പുള്ളിക്കാരി അച്ഛൻ മകൾ ആ കോമ്പിനേഷൻ സൈക്കുമാറായിട്ടുള്ള പുള്ളിക്കാരി ചാമിങ് മനസ്സിലായി. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ കാണുമ്പോൾ തന്നെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അച്ഛനും മകളും. അത് പുള്ളിക്കാരി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എവിടെ ഓക്കോണസോ അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്ത പോലെ ഫസ്റ്റ് ഫിലിമാണെന്നുള്ള ഒരു ഫീലിങ്ങോ ഒന്നും തന്നിട്ടില്ല. വളരെ നൈസായിട്ട് തന്നെ വിസ്മയ മോഹൻലാൽ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊരു ടിപ്പിക്കൽ ക്ലീഷേ സ്റ്റോറിയാണ്. ഒന്ന് ഉപദേശിക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, താനൊന്ന് ഡൗൺ ആകുമ്പോ അച്ഛന് തോന്നുന്ന സ്വാഭാവികമായ ഒരു വികാരം. ഇവിടെ എന്താ ലാലേട്ടൻ ഉണ്ടെന്ന് ഓൾറെഡി ട്രെയിലർ കണ്ട നമുക്കറിയാം. ഓൾറെഡി ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ വരുമല്ലോ. അപ്പോൾ ഓൾറെഡി ലാലേട്ടന്റെ ക്യാരക്ടർ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ആരായിരിക്കും ലാലേട്ടൻ എന്നുള്ള സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ എൻട്രി പറഞ്ഞാൽ സിമ്പിൾ എൻട്രി കിട്ടുമായിരുന്നു. ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ ഒരു മോട്ടിവേഷൻ സ്പീച്ച് പോലെ ലാലേട്ടൻ സംസാരിക്കുന്നു വിസ്മയുടെ അടുത്ത്. ആ സെറ്റിംഗ് നന്നായിരുന്നു. അവർ കാണുന്ന സ്ഥലം അത് ആന്റണി പെരുമ്പാവൂരിന്റെ ഹോട്ടൽ, ആന്റണി ഹോട്ടലിന് എഴുതി കാണിക്കുന്നത്, പെരുമ്പാവൂരുന്നില്ല. അപ്പൊ അവിടെ ലാലേട്ടൻ വന്നു, ലാലേട്ടൻ സംസാരിച്ചു, നല്ല സെറ്റായിരുന്നു. അത് കിട്ടില്ല സ്കോറൊക്കെ ജെയ്ക്സ് കൊടുത്തു, എലിവേഷൻ സ്കോറൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ പോകേണ്ട സിനിമ പെട്ടെന്ന് ടു ബി ഫ്രാങ്ക് നശിപ്പിച്ചു. ഒരൊറ്റ സീനിന് ഒരു സിനിമ സ്പോയിൽ ചെയ്യാന്നുള്ള എന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമ. അതായത് ലാലേട്ടൻ ആരാ നമുക്ക് ഇവർ ഈ സിനിമ കൂടെ കാണിച്ചു തരണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലാലേട്ടൻ ഓറയുണ്ട്, ലാലേട്ടൻ മാസ് കാണിക്കും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ? ഇതല്ല. ഇത് വിസ്മയുടെ സിനിമയാണ്. ആ ക്യാരക്ടറിന്റെ സിനിമയാണ്, ആ ക്യാരക്ടറിന്റെ ജേണിയാണ്, ആ ക്യാരക്ടറിന്റെ സ്ട്രഗിൾ ആണ്, ആ ക്യാരക്ടറിന്റെ എക്സിസ്റ്റൻസ് ആണ്, അവരുടെ ഫൈറ്റിംഗ് ആണ് ഈ സിനിമ. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സീൻ അവിടെ കൊണ്ടുവച്ചത് എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടി? ഫാൻസിന് കാണാൻ വേണ്ടിട്ടോ. ഒരു സിനിമയിൽ പറയുന്ന പോലെ വസു, ഏതോ ഒരു വസു എന്ന, അതൊരു ഏതോ ഒരു അശ്വന്ത് നല്ല നല്ല സിനിമകളെ നെഗറ്റീവ് ആയിട്ട് പറയുകയും മോശമായിട്ട് പറയുകയും ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ചിന്തയിൽ വീഡിയോ ചെയ്യുന്ന അശ്വന്തിനെ കുറിച്ചിട്ടാണ്. നിമിഷം കൊണ്ട് 1.5 ചക്രത്തിൻ്റെ ഫോണും എടുത്ത് ആ ഫോണിൽ ഇരുന്നിട്ട് അവിടെ ഒരു റൂമിൽ ഇരുന്നിട്ട് വലിയ റിവ്യൂവേഴ്സ് ആവുക എന്നുള്ളതാണ്. ഒരു സിനിമയുടെ കോർ എന്തെന്ന് മനസ്സിലാക്കി കൊണ്ടുവരണം നമ്മൾ അത് ചെയ്യാൻ. നല്ലതും കാണും ചീത്തയും കാണും. ഓരോ സിനിമയും ഓരോ ആവിഷ്കാരമാണ്. അങ്ങനെ സിനിമയിൽ നല്ല ഫ്ലോയില് ഒരു അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൊത്തം ടെമ്പറമെന്റ് നശിപ്പിച്ച് ആ മൊമെന്റം മൊത്തം കൊണ്ട് കളഞ്ഞ് പടം കാണാനുള്ള മൂടെ പോയി. പിന്നെ ലാലേട്ടൻ വന്ന ഫൈറ്റ് ചെയ്തു. പക്ഷെ എന്തിനാ ഫൈറ്റ്? അതൊരു റെസ്റ്റോറന്റിനകത്തുള്ള ഒരു കൂതറ ഫൈറ്റ്. കലിയുഗമാണല്ലോ, കലിയുഗ്. നെഗറ്റീവാണ് എല്ലാവർക്കും വേണ്ടത്. നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ്. സിനിമ എന്ന് പറയുന്നത് സിനിമാറ്റിക് ആണ്. അതുകൊണ്ടല്ലേ അതിനെ സിനിമ എന്ന് പറയുന്നത്. ഈ റിയൽ ലൈഫ് ആവത്തില്ലേ?